ഡോക്ടർ അംബേദ്കറിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹം നമ്മുടെ ഇന്ത്യന്റെ ഒരു ഫൗണ്ടിംഗ് ഫാദറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസീനെ ഷേപ്പ് ചെയ്യുന്ന ഒരു വലിയ ഒരു മഹാൻ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ വെക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ ഇഷ്യൂസ് വെക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ഭാരതം ഇങ്ങനെയാണെങ്കിൽ, ഒരു ഡെമോക്രസി ആണെങ്കിൽ, നമ്മുടെ ചുറ്റും എത്രയോ കൺട്രീസ് ഉണ്ട്. നമ്മുടെ 1947 അവർക്കും ഇൻഡിപെൻഡൻസ് കിട്ടി. ഇന്നും നമ്മുടെ ഭാരതത്തിന്റെ സ്റ്റേറ്റസ് നോക്കുമ്പോൾ, നമ്മൾ എവിടെയാ നോക്കുമ്പോൾ, ആ മറ്റ് രാഷ്ട്രങ്ങൾ എവിടെയാ നോക്കുമ്പോൾ, ഇതിനെല്ലാം ഒരു റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ ക്രെഡിറ്റ് നമുക്ക് ഡോക്ടർ അംബേദ്കർ ജിക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഇന്ത്യ ഒരു ഡെമോക്രസി ആവണം, ഇന്ത്യ ഒരു ഇൻക്ലൂസീവ് ആൻഡ് ജസ്റ്റ് ഡെമോക്രസി ആവണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിഷൻ. ആ ആദ്യത്തെ ഡെമോക്രസി ആവണമെന്ന് 1947 മുതൽ നമുക്ക് കിട്ടി. ഒരു ഇൻക്ലൂസീവ് ആൻഡ് ജസ്റ്റ് ഡെമോക്രസി ആവണമെന്നത്, അത് നമുക്ക് 65 കൊല്ലം കിട്ടിയില്ല. 2014 മുതൽ ഇന്ന് വരെ നമ്മൾ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ പണിയും അദ്ദേഹം ചെയ്ത സാധനങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡോക്ടർ അംബേദ്കറിന്റെ ആ ഒരു ഇന്ത്യന്റെ ഒരു വിഷൻ, ഇൻക്ലൂസീവ് ആൻഡ് ജസ്റ്റ് ഡെമോക്രസിന്റെ ഒരു വിഷൻ ശരിക്കും ഇന്ന് നമുക്ക് കാണാൻ കിട്ടുന്നത്. എത്രയോ വീടുകൾ, എത്രയോ PM ആയുഷ്മാൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, കുടിവെള്ളം, ഇത് ബേസിക് 65 കൊല്ലമായിട്ട് ഇതൊന്നും കിട്ടാത്ത ഒരു നമ്മുടെ രാഷ്ട്രത്തില് നരേന്ദ്രമോദിജിയാണ് കൊണ്ട് നമ്മുടെ അംബേദ്കർ ജിന്റെ ആ വിഷൻ, ഇൻക്ലൂസീവ് ആൻഡ് ജസ്റ്റ് ഡെമോക്രസിന്റെ ഒരു വിഷൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നു. അംബേദ്കർ ജിന്റെ ടീച്ചിങ്സും അംബേദ്കർ ജിന്റെ ജസ്റ്റ് ഇൻക്ലൂസീവ് സൊസൈറ്റിന്റെ അദ്ദേഹത്തിന്റെ വിഷനും, OBC കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കുക, എത്രയോ അങ്ങനെ പഞ്ചതീർത്ഥ, നമ്മുടെ പ്രധാനമന്ത്രി അംബേദ്കർ ജിന്റെ പഞ്ചതീർത്ഥനെ മുമ്പോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് 65 കൊല്ലം അംബേദ്കർ ജിനെ ഹിസ്റ്ററിന്ന് മാറ്റിവെച്ച് ഒരു പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അതെല്ലാം മാറ്റി അംബേദ്കർ ജിക്ക് ഒരു ഭാരത് രത്ന കൊടുക്കാൻ പണി ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. ഞാൻ ഇന്ന് ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ഇന്ന് വർത്തമാനം പറയുന്നത്, സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു, അംബേദ്കർ ജിന്റെ അന്നത്തെ ഒരു വിഷൻ ഇനി വരുന്ന 5 കൊല്ലത്തിൽ ഇവിടെ നരേന്ദ്രമോദിജി അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. എല്ലാവർക്കും വീടും, എല്ലാ വീട്ടിലും കുടിവെള്ളവും, എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസും, അങ്ങനെ ഒരു സപ്പോർട്ടും, ഇങ്ങനെ ഓരോരോ ബേസിക് നെസസിറ്റീസ് 65 കൊല്ലം 70 കൊല്ലമായിട്ട് ഇവിടെ കിട്ടാത്ത ഓരോരോ ബേസിക് കമ്മ്യൂണിറ്റീസും, ബേസിക് സർവീസസും, ബേസിക് നമ്മുടെ അടിസ്ഥാന സൌകര്യങ്ങളും, അതിനെല്ലാം ചെയ്യാനാണ് നരേന്ദ്രമോദിജി നമ്മുടെ വികസിത ഭാരതം ഉണ്ടാക്കുന്നത്. ഞാൻ എന്റില് ഇത് മാത്രമേ പറയുന്നുള്ളൂ. അംബേദ്കർ ജി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വലിയൊരു വിഷണറി ആയിരുന്നു. 65 കൊല്ലം അദ്ദേഹത്തിന്റെ വിഷനെ ചവിട്ടി ഒരു റിവേഴ്സ് ഗിയറിൽ കൊണ്ടുവന്ന ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റി 2014 മാറ്റി. അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ വിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. 2024 മുതൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയും മാറ്റം വരും. ഇവിടെയും അംബേദ്കർ ജിന്റെ ആ ഒരു ഇൻക്ലൂസീവ് ആൻഡ് ജസ്റ്റ് സൊസൈറ്റിന്റെ വിഷൻ വരും. എല്ലാവർക്കും വീട് കിട്ടും, കുടിവെള്ളം കിട്ടും, ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, തൊഴിൽ കിട്ടും. അതാണ് ഞങ്ങളുടെ ഉറപ്പ്, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി, ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ. ഇത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അംബേദ്കർ ജയന്തിന്റെയും വിഷുവിന്റെ ആശംസകൾ പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.